പരിശുദ്ധ കുർബാനയില്. എന്നാൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വൈദികരില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ യുഗാന്ത്യം വരെ യേശുവിന്റെ സാന്നിധ്യം ഇല്ലാതായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുരോഹിത വർഷത്തിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞത്, സഭയ്ക്ക് വേണ്ടി മാത്രമല്ല മാനവരാശി മുഴുവനും വേണ്ടി കരകവിഞ്ഞൊഴുകുന്ന ദൈവകൃപ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളാണ് വൈദികരെന്ന്. വീണ്ടും നമ്മളെ പറഞ്ഞു തരിക, വിശുദ്ധ കുർബാന നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഹൃദയമാകിയാൽ അവന്റെ സാന്നിധ്യത്തിൽ ചെലവഴിക്കാനും ദിവ്യക്കാരുടെ ഈശോയുമായി വ്യക്തിപരമായി ബന്ധം പരിപോഷിപ്പിക്കുവാനും നമുക്ക് പരിശ്രമിക്കണമെന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുക. ദിവ്യകാരണത്തിൽ ഈശോയായിരിക്കട്ടെ നിന്റെ മുന്നാസ്വാദനമെന്ന് ഓരോ വൈദികരെ നോക്കിക്കൊണ്ട് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓരോ സായാഹ്നങ്ങളും ദിവ്യകാരണത്തിന് മുമ്പിൽ നാം വന്നിരിക്കുമ്പോൾ, ദിവ്യകാരണനാഥനെ ആരാധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല അനുഗ്രഹം, അതിന്റെ പ്രതിഫലനങ്ങൾ മാനവരാശി മുഴുവൻ അതിന്റെ പ്രതിഫലനമുണ്ട്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവിന്റെ ഈ വചനം പൂർത്തിയാവുന്ന എപ്പോഴാ? യുഗാന്ത്യം വരെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി വൈദികരുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന ഉണ്ടാവുകയുള്ളൂ, യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. ഈ തിരുമോസ്തിയെ നോക്കിക്കൊണ്ട് പറയണം, ഇതെന്താണ്? ഇത് വെറും മോസ്തിയല്ല, മറിച്ച് എന്റെ ഈശോ തന്നെയാണ് എന്ന് ഹൃദയം കൊണ്ടും വിശ്വാസം കൊണ്ടും ഏറ്റു പറയാൻ ഒരു ദൈവം ഇതെല്ലാം സാധിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യമുണ്ട്. പല വ്യക്തിയുടെ ജീവിതങ്ങളിൽ ഒരുപാട് സംഘടനകളുടെ ആ വ്യക്തികൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ദാവീദ് രാജാവ് പറയുക, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ഒരുപാട് ഭടന്മാരുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്താ? കർത്താവാണ് എന്റെ ഇടയൻ എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ തിരിഞ്ഞു നോക്കേണ്ടത് എന്താ? നമ്മെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ ഒരു വർഷം വളർന്നിട്ടുണ്ടാവാം, പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാവാം, റാങ്കുകൾ നേടിയിട്ടുണ്ടാവാം. എന്നാൽ ഭൂരിഭാഗം പേരുടെയും ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ എന്നെ നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യം പറയാൻ പ്രിയപ്പെട്ടവരെ, ബിസിനസ്സിൽ വളർന്നു, പഠനത്തിൽ വിഷയമുണ്ടായി, ജീവിതത്തിൽ തകർന്നു പോയിരിക്കുന്ന വ്യക്തികളെയാണ് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഉടയവനായി കൂടെയുള്ളവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയാണോ അവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്നാൽ ഇവിടെ വചനത്തിൽ കാണുക, 4-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ നിഴൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? മരത്തിന്റെ നിഴൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാ മരത്തിന്റെ നിഴല്? മരം ഇവിടെ നിൽക്കുന്നു, അതിനുശേഷം പത്തടി മാറിയിട്ടാണ് മരത്തിന്റെ നിഴൽ. ആ മരത്തോട് ചേർന്ന് ഇനിയ മരത്തിന്റെ നിഴൽ. ഇതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ നിഴൽ ഇവിടെ എവിടെയുണ്ട്? എന്റെ നിഴൽ എവിടെയാ? ഇതാ എന്നെ തൊട്ടടുത്ത് തന്നെയാ എന്റെ നിഴൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നാം വായിക്കുകയാണ്, മരണത്തിന്റെ നിഴൽ. മരണത്തിന്റെ നിഴൽ എവിടെയാ? ഇതാ ഒരു മരണത്തിന്റെ നിഴൽ. ആ വ്യക്തി തൊട്ടുരുങ്ങിക്കൊണ്ടാ നിൽക്കുന്നത്. അവിടെയാണ് വചനം പറയുന്നത്, മരണത്തിന്റെ നിഴൽ വീണ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നുവെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് മരണത്തിന്റെ നിഴൽ വീണ വ്യക്തികൾ. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആയിരക്കണക്കിന് മക്കളാണ് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകൾ. എന്നാൽ ഈ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളിൽ എന്റെ കർത്താവ് കൂടെയുള്ള
ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുക. എന്നാൽ തിരുവചനത്തിൽ നാം കാണുക, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നുപോയ ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടുക. വചനം നമുക്ക് എടുക്കാം. ബൈബിളിൽ വചനം കരങ്ങൾ എടുത്തേക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 9 മുതൽ തിരുവചനം. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഇതാ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തന്റെ മകൻ ഇസ്ഹാക്കിനെ കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോടൊപ്പം അവകാശിയാവാൻ പാടില്ല. സാറ പറയുകയാണ്, എന്താണ് ഹാഗാറിലുണ്ടായിരിക്കുന്ന ഈ മകനെയും ഈ അടിമ പെണ്ണിനെയും ഇവിടെ ഇറക്കി വിടുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ അബ്രാഹാം ഈ സാറയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അടിമ പെണ്ണായ ഹാഗാറിനെയും അവളുടെ പുത്രൻ ഇസ്മായിലിനെയും അവിടെ നിന്ന് പുറത്തറിയുക എന്ന വചനം നമുക്ക് ശ്രമിക്കാം. 14-ാമത്തെ വചനം വായിച്ചേ. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇത് ഹാഗാറിനെ പുറത്തള്ളാൻ പോവുക. അവിടെ മരുഭൂമിയിലേക്ക് അയക്കാൻ പോവുക. ഒന്നുമില്ലാത്ത മരണത്തിന് നിഴൽ വീണ താഴ്വരയിലേക്ക് അവിടെ അയക്കുക. ഈ സമയത്ത് അബ്രാഹാം ഈ ഹാഗാറിനെ കൊടുക്കുന്നത് എന്താ? ഹാഗാറിന് കൊടുത്തുവിടുന്നത് എന്താണ്? നമ്മൾ വചനത്തിൽ കാണുക, കുറെ അപ്പം ഒരു തുകൽ വെള്ളം. തോളിൽ ഒരു തുകലിൽ വെള്ളവും അപ്പവുമാണ് കൊടുത്തുവിടുന്നത്. തുടർന്ന് വചനം വായിക്കണം. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അവൾ എവിടെയാണ്? ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ അബ്രാഹാം പറഞ്ഞതനുസരിച്ച് അവൾ ഇറക്കി വിട്ടു. അവളിപ്പോ ബേർഷബ മരുപ്രദേശത്ത് മരുഭൂമിയിലാണ് ഇവർ കഴിയുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ഒരു മരുഭൂമി അനുഭവത്തെ കുറിച്ച് അച്ഛൻ നാളുകൾക്ക് മുമ്പ് പറയുകയുണ്ടായി. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങളുടെ കടന്നുപോയ അവസ്ഥ. ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മരുഭൂമി കണ്ടിട്ടുണ്ടെങ്കിൽ ഭാവനയെ കാണാൻ സാധിക്കണം. ഒരു മണലാരണ്യം പോലെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലം. ഇതുപോലെ തന്നെ മണൽ കൂനകൾ അവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നല്ല പകൽ അതികഠിനമായ ചൂട്, രാത്രിയിൽ അതികഠിനമായ ശൈത്യം, ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ. വിഷപ്പാമ്പുകൾ അവിടെ ഉണ്ടാവും. പകലും ജീവിക്കാൻ പറ്റില്ല, രാത്രിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അവിടെ വെള്ളം കിട്ടാൻ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥ. ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് മരുഭൂമി അനുഭവം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാവരുടെയും ഉള്ളിനുള്ളിൽ ഈ മരുഭൂമി അനുഭവം എന്ന് പറയുമ്പോ ഒന്നുമില്ലാത്ത അവസ്ഥ, ആരുമില്ലാത്ത അവസ്ഥ, മണലാരിനെ പോലെ കിടക്കുകയാണ്. ഇവിടെ വിഷപ്പാമ്പുകളുണ്ട്. അതുപോലെ തന്നെ ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ. നമുക്ക് സമ്പത്തും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ നോക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളോട് വിളിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളോട് സംസാരിക്കാൻ വേണ്ടി, സൗഹൃദം കൂടാൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയ മരുഭൂമി അനുഭവം. കടബാധ്യത വന്നു, എല്ലാം തകർന്ന് തരിപ്പണമായി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പോലും നമ്മെ തല്ലി പറഞ്ഞിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നീ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞു, നിന്റെ ദൈവത്തിന് നിന്റെ നിലവിളി കേൾക്കാൻ സാധിക്കും. നിന്റെ മരുഭൂമി അനുഭവങ്ങളിൽ നിന്റെ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുമെന്നുള്ള ബോധ്യമാണ് ഇന്നത്തെ തിരുവചന സന്ദേശം നമുക്ക് തരുന്ന. വെറുതെ ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എവിടെയാണ് ഹാഗാർ മരുപ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അവളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നോക്കുക മരുഭൂമിയാണ്. ആരുമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. ആകെ കയ്യിലുണ്ടായിരുന്ന എന്താ? കുറച്ച് അപ്പമുണ്ട്, ഒരു തുകൽ പാത്രം നിറയെ വെള്ളമുണ്ട്. ഇത് മാത്രം ഉണ്ടായിരുന്നേ. ഇങ്ങനെ മരുഭൂമിയിൽ അലയപ്പെട്ട ഹാഗാറിന്റെ മകൻ ഇസ്മായിലിനെ നമ്മൾ ഭാവനയിൽ കാണാം. തുടർന്ന് വചനം വായിച്ചേ. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കണ്ടോ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലാണ്.
ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ആകെ ആ പാത്രത്തിൽ തുകൽ പാത്രത്തിലെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ തീർന്നു. ഇനി ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ലാത്ത അവസ്ഥ, നിസ്സഹായ അവസ്ഥയാ. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിന്റെ നിസ്സഹായാവസ്ഥയിൽ നിലവിളയും ഈ അമ്മ കാണുന്നുണ്ട്. ഈ അമ്മ എന്താ ചെയ്തേ? കുറ്റിക്കാട്ടിൽ അവനെ കൊണ്ടുപോയി കിടത്തി. എന്താണ് ആ കുറ്റിക്കാട്? ഇനി ഒന്നും കൊടുക്കാനില്ല, മരണത്തിന് മുമ്പിലാ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഈ സമയം ഹാഗാർ ഇതാ ഈ സമയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മ കാണുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം എല്ലാം തകർന്നു പോയിരിക്കുന്ന അവസ്ഥയെ ഹാഗാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ആ തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുക. തുടർന്ന് വചനം വായിക്കുന്നു. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു. കണ്ട പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് മരിക്കാൻ പോകുന്ന എന്തുകൊണ്ടാ? പട്ടിണി കിടന്നല്ല, ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ. ഈ സമയത്ത് ഒരു അമ്മയുടെ സങ്കടം, അമ്മയുടെ രോദനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുക, ഈ അമ്മ പറയുക, കുഞ്ഞ് മരിക്കുന്ന എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരം ചെന്ന് എതിർവശത്തേക്ക് അവൾ തിരിഞ്ഞിരുന്നു എന്നാണ് വചനം പറയുന്നത്. അവൾ തിരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മീയമായ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാം കൈവിട്ട് പോയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം. ഇനി പ്രത്യാശിക്കാൻ ഒന്നുമില്ല, മരുഭൂമിയിലാണ് കിടക്കുന്നത്. ഇതുപോലെ തന്നെ ഈ കുഞ്ഞ് കുടിക്കാൻ വെള്ളമില്ലാതെ, ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ അവിടെ കിടക്കുക. പട്ടിണി കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇന്റർനെറ്റിലൊക്കെ, സോമാലിയിലൊക്കെ പട്ടിണി കിടക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ. എന്തായാലും പ്രത്യേകത, പട്ടിണി കിടക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശിരസ് തല വലുതായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഉടൽ ഭാഗം ചെറുതായിട്ടായിരിക്കുന്നുണ്ടാവുക. ഇതുപോലത്തെ അവസ്ഥയിൽ ഈ കുഞ്ഞ് തല വലുതായി ഉടലൊക്കെ ചെറുതായിരിക്കുന്ന അവസ്ഥ, പട്ടിണി പരിവട്ടമായിരിക്കുന്ന അവസ്ഥ. ഈ സമയത്ത് എന്റെ കുഞ്ഞ് മരിക്കുന്ന എനിക്ക് കാണാൻ വയ്യ, ഒരു അമ്മയുടെ ധർമ്മ സങ്കട. ഈ അവസ്ഥയിലാണ് ഈ അമ്മ ഇതാ പുറംതിരിഞ്ഞിരിക്കുന്നത്. പുറംതിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആത്മീയ അർത്ഥം ഇങ്ങനെയാണ്: അവൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു, അവൾ ദൈവത്തിലേക്ക് നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പുറംതിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു രക്ഷയില്ല, ഇനി എനിക്ക് ആകെ ഒരു രക്ഷയുള്ളൂ, എന്റെ കർത്താവ് തന്നെ. അവളുടെ കുഞ്ഞ് ഇതാ മരിക്കാൻ പോവുക. ഈ സമയത്ത് ഈ അമ്മ ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചു. നമ്മൾ ഓർക്കണം, വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് വചനത്ത് പറഞ്ഞ് ഹൃദയം നുറുങ്ങിയവർക്ക് നമ്മൾ കാണാൻ പോവുക. ഇതാ അവൾ ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് സമീപസ്ഥനായി മാറിയ വചനം നമുക്ക് കാണാം. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പറയുന്നത്: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയുടെ കർത്താവിനെ ഞാൻ വിളിച്ചു. നമ്മൾ കഷ്ടതയെ നോക്കിക്കോ പ്രിയപ്പെട്ടവരെ, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമുക്ക് സമ്പത്ത് ഉണ്ടായിരുന്ന, അധികാരം ഉണ്ടായിരുന്ന, എല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും നിൽക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിൽ നോക്കിയേ, ഒരു വ്യക്തി പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളൊക്കെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ വ്യക്തികൾ പോലും നമ്മെ തള്ളി പറയുന്ന അവസ്ഥയാണ്. എന്നാ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഈ കഷ്ടതയിൽ എനിക്ക് ഏക ആശ്രയം എവിടെയുള്ളൂ? എന്റെ കർത്താവിന്റെ സന്നിധിയിലാണ്. ഇവിടെയാണ് വചനം നമുക്ക് പറയുന്നത്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുത്തെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഇത് അച്ഛൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണ്.
എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ചിറകൊടിഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയില ഇതാ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദിവികാര്യ സൗഖ്യ ആരാധനയെ നിയോഗവശനം പങ്കെടുത്ത് ആ സമയത്ത് കർത്താവ് എന്റെ നിലവിളി കേട്ടു എന്നുള്ള ഒരുപാട് സാക്ഷ്യങ്ങളല്ലേ ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തർ കേട്ടുകൊണ്ടിരിക്കുന്നേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വചനം വായിക്കാം. തുടർന്ന് വചനം വായിച്ച് കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയാ കുട്ടി കരയാൻ തുടങ്ങി. നമ്മൾ നോക്കണം, ഈ കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സാധാരണ നമ്മൾ കേൾക്കട്ടെ, കുട്ടി കരയാൻ തുടങ്ങി, മരിക്കാറായി കിടക്കുന്ന കൊച്ച്, ചാവുമാറായി കിടക്കുന്ന കൊച്ച്. ഈ കൊച്ചിന്റെ കരച്ചിൽ ആര് കേൾക്കണം? അമ്മ കേൾക്കണം. എന്നാൽ ഇവിടെ കൊച്ചു കരയുമ്പോ ഇവിടെ ആരാ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടെ? ദൈവം കേട്ടു എന്നാണ് വചനം പറയുന്നത്. നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ പട്ടിണി പരിവട്ടായി മരിക്കാറായി കിടക്കുന്ന കൊച്ചിന്റെ കരച്ചിലിന് ഏതോ ഒരു സ്വരം ഉണ്ടാവും. ഈ കാനടച്ചിന്റെ അത്രയ്ക്ക് സ്വരം ഉണ്ടാവോ? യോജന സ്വരം ഉണ്ടാവുമോ? എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിയ, ഈ കൊച്ചിന്റെ സ്വരം എങ്ങനെയാ? ഫീബിൾ വോയിസാ, കേൾക്കാൻ പറ്റാത്ത രീതിയിലാ. മരിക്കാറായി കിടക്കുന്ന അമ്മ പോലും കേട്ടിട്ടില്ല ആ കൊച്ചിന്റെ കരച്ചിൽ. എന്നാ പ്രിയപ്പെട്ടവരെ, ആ കൊച്ചിന്റെ കരച്ചിൽ ആര് കേട്ടു? ആരാ കേട്ടെ? സ്വർഗത്തിലെ ദൈവം കേട്ടു. ഇത് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളും അറിയേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇത്. നമ്മുടെ നൊമ്പരം ഉണ്ടല്ലോ, ഒരുപക്ഷെ തൊട്ടടുത്ത് മുറിയിൽ കിടക്കുന്ന മകൻ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. പക്ഷേ എന്റെ സ്വർഗസ്ഥനായ പിതാവ് എന്റെ നിലവിളി, എന്റെ വേദന, എന്റെ നൊമ്പരം മനസ്സിലാക്കാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവിന് സാധിക്കും. ആർക്കൊക്കെ എന്റെ നിലവിളിയും എന്റെ നൊമ്പരവും മനസ്സിലാവുന്നില്ല, പക്ഷെ നിന്റെ നിലവിളി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇതാ ഈ ദിവ്യകാരുണ്യ ഈശോ. അതാണ് നമുക്ക് വചനം പറഞ്ഞത്. കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. അമ്മയല്ല കേട്ടെ. നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മുടെ ജീവിത പങ്കാളിക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ മക്കൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു വ്യക്തിക്ക് എന്റെ ഹൃദയത്തിന്റെ നൊമ്പരം, എന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാൻ പറ്റും. എന്റെ ഈശോയ്ക്ക് ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുക, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? വചനം വായിച്ചു. ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് സ്വർഗത്തിലെ ദൂതൻ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഹാഗാർ, നീ വിഷമിക്കുകയും ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. തുടർന്ന് വായിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ കുട്ടിയെ കയ്യിലെടുക്കാൻ അവൾ പറയുക. എന്നിട്ട് അടുത്ത വചനം പറയുക, അവനിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. ഇപ്പൊ എവിടെ കിടക്കുന്നവൻ? മരുഭൂമിയിലെ കുറ്റിക്കാട്ടിൽ. അവനിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. അവന്റെ അവസ്ഥ എന്താ? ചാവറായി കിടക്കുക. അവന്റെ കരച്ചിൽ, അവൻ മരിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട അമ്മ. എന്നാൽ ഇവിടെ കാണുകയാണ്, അവനിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കാം. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന എന്താ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ ദൈവത്തിന് പറയാൻ സാധിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും ഒരു അമ്മയുടെ ശംഖ പൊട്ടിയുള്ള പ്രാർത്ഥനയാ.
ഈ അമ്മ മരുഭൂമിയിൽ ശംഖുകൊട്ടി പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതുപോലത്തെ ഒരു വചനം പറയാൻ ഈ തിരുവചനത്തിൽ ഉണ്ടാവില്ല. ഈ അമ്മ ഹൃദയം തുടങ്ങി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വചനം നമ്മൾ കാണേ, ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. ആ കുട്ടിയുടെ കരച്ചിൽ മറ്റാരും കേൾക്കുന്നില്ല, ദൈവം കേൾക്കുന്നുണ്ട്. സങ്കടമുള്ളവന്റെ അടുത്ത് ദൈവം വരും. മക്കളെ, അവനിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാരിയുടെ ജീവിതം ഒന്ന് നോക്കി. ഒന്നുമല്ല, സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവനെ നോക്കി ഒരു സമർത്ഥനായ വിദ്യാർത്ഥി എന്ന് പറയാൻ സാധിക്കില്ല. പഠിക്കാൻ കഴിവില്ല, വലിയ ബുദ്ധിയില്ല, അതുപോലെ പാട്ട് പാടാനും പുസ്തകം പറയാനും ഒന്നും കഴിവില്ലാത്ത ആൾ. എന്നാ പ്രിയപ്പെട്ടവരെ, അവന് പട്ടം കൊടുക്കുന്നേക്കാൾ മുമ്പ് ഇവൻ പല വിഷയങ്ങളും തോറ്റിരിക്കുക. ഇവന് ഈ പട്ടം കൊടുക്കണോ വേണ്ടയോ? ആ സമയത്ത് ഡോക്ടർ മെത്രാനോട് പറയുന്നുണ്ട്, അവന് നോക്കിക്കോ, അവൻ നല്ലപോലെ മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊന്തിയിലേക്ക് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നമുക്ക് പട്ടം കൊടുക്കാം. അങ്ങനെ അവൻ പട്ടം കൊടുത്തതിന് ശേഷം മെത്രാനസിന് നല്ലൊരു പള്ളിയൊന്നും കൊടുക്കാനില്ല. ആരും കയറിയിറങ്ങാത്ത ഒരു ഓണം കയറാൻ മതിയായ ആർസ് എന്ന് പറയുന്ന ഇടവയ്യ ജോൺ മരിയ വിയാനിക്ക് കൊടുത്ത് അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുക. പുത്തനച്ഛൻ ഇതാ ആർസിലേക്ക് വന്നു. അവിടെ മിടുക്കനായി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി അവിടെ ചെന്നിരിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞു. അമ്മയും പറയും, ഒറ്റ എണ്ണം പോലും പള്ളി വന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഇടവക സമൂഹം. എന്നാൽ ഈ ജോൺ മരിയ വിയാരിയച്ഛൻ എന്താ ചെയ്തെന്നറിയോ? ജോൺ മരിയ വിയാരിയച്ഛൻ ഇതാ സക്കാരിക്ക് മുമ്പ് ദീപികാലത്തിന് മുമ്പ് മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിച്ചു. മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? ഈ ജോൺ മരിയ വിയാരിയച്ഛനുടെ ഒരു പുതിയ ബന്ധക്കോസ ആർസ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ സംഭവിക്കുക. ആർസ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അധികം ജനം അവിടെ തമ്പടിച്ചിരിക്കുക. ജോൺ മരിയ വിയാരിയച്ഛന്റെ പ്രഭാഷണം കേൾക്കാൻ, ജോൺ മരിയ വിയാരിയച്ഛന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, ജോൺ മരിയ വിയാരിയച്ഛന്റെ കുമ്പസാരക്കൂട്ടിൽ പോയി ഒന്ന് കുമ്പസാരിക്കാൻ എത്ര വലിയ കഠിനവാദികളാ ആ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വന്നത്. എന്നാൽ അനുതാപത്തിന്റെ കണ്ണീരോടുകൂടിയ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് 18 മണിക്കൂർ ജോൺ മരിയ വിയാരിയച്ഛൻ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചത്. എന്നാൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒട്ടും കഴിവില്ലാത്തവരാ, ബുദ്ധിയില്ലാത്തവരാ, ഇതുപോലെ എല്ലാവരും തഴയപ്പെട്ട വ്യക്തിയാ. പക്ഷേ ഈ ജോൺ മരിയ വിയാരിയച്ഛനിലൂടെ ഈ വചനം പറഞ്ഞതുപോലെ ഇതാ അവനിലൂടെ ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കുമെന്നുള്ളത് അവിടെ സംഭവിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, കരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വചനം ശ്രദ്ധിക്കാം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കുവാൻ കൊടുത്തു. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ണ് തുറന്നു എന്നാണ് വചനം പറയുന്നത്. കണ്ണ് തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കണ്ണുകളിൽ പുതിയ സ്വപ്നങ്ങൾ വെച്ചു കൊടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ ഹാഗ തകർന്ന തരിപ്പണമായ നിമിഷം ആരുമില്ലാത്ത മരുഭൂമി അനുഭവത്തിന് മുമ്പിൽ അവർക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിലാ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചു, സങ്കടത്തോടുകൂടെ കർത്താവിനെ വിളിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥല. ഇത് ശരിക്കും അവിടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇവിടെ കർത്താവ് അവിടെ എന്താ കാണുന്നേ? അവൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവളോട് കൂടി ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ നമ്മൾ കാണുകയാണ്. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. കണ്ടോ പ്രിയപ്പെട്ട, അവിടെ അത്ഭുതം സംഭവിക്കുന്നു. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇതേപോലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പണ്ട് ഒരു തുകൽ സഞ്ചി മാത്രം എടുത്തുകൊണ്ട് ഈ അബ്രാഹത്തിന്റെ വീട്ടിൽ നിറയവളാ. എന്നാൽ ഇപ്പോൾ എത്ര കോരിയാലും തീരാത്ത രീതിയിലുള്ള വെള്ളമാ അവിടെ തുകൽ സഞ്ചിയെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച്. തുടർന്ന് വചനം വായിക്കുന്നു. ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്മായിലിനെക്കുറിച്ച് വചനം പറയുക, ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. വചനം ഉറക്കുന്നത് പറഞ്ഞേ, ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. ഇതാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു.
വീണ്ടും അടുത്തൊരു വചനാണ് എന്നെ ഒരുപാട് ഒരു ആത്മീയമായി ഉൾക്കാഴ്ചയിരിക്കുന്ന വചനാണ്. അവൻ മരുഭൂമിയിൽ പാർത്തു, അവൻ വളർന്നു സമർത്ഥനായി ഇല്ലാതെയായി തീർന്നു. അവൻ സമർത്ഥനായി തീർന്നു. എങ്ങനെയായിരുന്നു അവന്റെ അവസ്ഥ? മരുഭൂമിയിൽ കിടന്ന് തകർന്ന് മരിച്ചു വീഴേണ്ട ഒരു കുഞ്ഞായിരുന്നു. എന്നാൽ ഇവന്റെ അമ്മ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം തുടങ്ങി സങ്കടപ്പെട്ട് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞാരായി തീർന്നു, സമർത്ഥനായി വില്ലാളിയായി തീർന്നു. ദൈവം അവനെ കൂടെ ഉണ്ടായി. ഇന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം, സമർത്ഥനായ ഒരു കുഞ്ഞ. ഇന്ന് നമ്മുടെ മക്കൾക്ക് സമർത്ഥനാവാൻ വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത്? ട്യൂഷന് വിടുന്നുണ്ടോ? വിടുന്നുണ്ട്. ഫിസിക്സിന് ഒരു ട്യൂഷൻ, കെമിസ്ട്രിക്ക് വേറെ ട്യൂഷൻ, മാത്സിന് വേറെ ട്യൂഷൻ, പിന്നെ കൊച്ചു CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, കൊച്ചു സമർത്ഥനാവുന്നില്ല. നമ്മൾ എല്ലാത്തിനും ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. വെക്കേഷനായ കൊച്ചിനെ സ്വിമ്മിങ്ങിന് വിടുന്നുണ്ട്. കലാ കായിക പൃഥ്വിയാക്കാൻ വേണ്ടി അമ്മയപ്പനും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അവസാനം കൊച്ചു സമർത്ഥനാവുന്നില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു സമർത്ഥനായി തീരണം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ദൈവം ആ കൊച്ചിന്റെ കൂടെ ഉണ്ടായാൽ മതി. ഇവിടെ നമ്മൾ ഇസ്മായിലിനെ കുറിച്ച് കാണുകയാണ്. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു, അവൻ വളർന്നു സമർത്ഥനായ ഒരു വില്ലാളിയായി തീർന്നു. ഇതാ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്, ഇത് ദൈവം കൂടെ ഉണ്ടാവണം. എന്റെ കൂടെ ദൈവമുണ്ടോ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. എന്റെ കൂടെ ദൈവമുള്ള ഒരു കുടുംബമായി തീരണം, ദൈവമുള്ള ഒരു മകനായി തീരണം, ദൈവമുള്ള ഒരു മകളായി തീരണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ ഈ ദൈവം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ, എന്തൊക്കെ ജീവിതത്തിൽ നേടിക്കഴിഞ്ഞാലും എല്ലാം വൃഥാവില. അക്ഷര അനുഭവങ്ങളെ വെളിച്ചത്തിലാ പറയുന്നത്. മക്കളെയൊക്കെ ഇന്ന് UK-യിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ വിടുന്നുണ്ട്. ഞാൻ അവിടെ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നാട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ എന്താ? എങ്ങനെയൊന്ന് അമേരിക്കയ്ക്ക് പോകണം, എങ്ങനെയൊന്ന് കാനഡയ്ക്ക് പോകണം, എങ്ങനെയൊന്ന് UK ചെല്ലണം. അവിടെ കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, 80% മാതാപിതാക്കളും എന്റെ അടുക്കലെന്ന് പറയുന്നത്, അച്ഛാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ. ഒരുത്തൻ പോയി നമ്മുടെ വിശ്വാസം നിരക്കാത്ത രീതിയിലുള്ള ബന്ധത്തിൽ പോയി പെട്ടിരിക്കുന്നു. അടുത്തന്റെ അവരുടെ ദൈവവിശ്വാസമില്ല. അടുത്ത ആണും തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ മലയാളി പല കുടുംബങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം എന്താ? എങ്ങനെയും അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം, ഇത് മാത്രമുള്ള. എന്നാ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പോണം. പക്ഷെ ഒറ്റ കാര്യം, എന്റെ കുഞ്ഞിന്റെ കൂടെ തമ്പുരാൻ കർത്താവ് ഉണ്ടോ എങ്കിൽ കുഞ്ഞ് സമർത്ഥനായ കുഞ്ഞാവും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ മക്കളെ ഓർത്ത് ജീവിതത്തിന്റെ അന്ത്യം മാതാപിതാക്കൾ കണ്ണീര് ഒഴിക്കേണ്ടവര്. ഇവിടെ നാം തിരിച്ചു വരികയാണ് പ്രിയപ്പെട്ടവരെ. 23-ാം സങ്കീർത്തനത്തിലെ 6-ാം തിരുവചനം നമുക്ക് തരിക. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗ്രഹിക്കും. ഞാൻ കർത്താവിന്റെ ആലയത്തിൽ എന്നേക്കും വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗ്രഹിക്കും. ഈ വചനം കർത്താവിന്റെ കൂടെയുണ്ടോ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഈ സങ്കീർത്തകൻ പറയുകയാണ്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗ്രഹിക്കാം. നമ്മൾ നോക്കിയ കർത്താവിനെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കൂടെയുണ്ട്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പറയുക, ഒരു വ്യക്തി കർത്താവിന്റെ കൂടെയാണോ, ഈ കർത്താവിന്റെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്, അവന്റെ പിന്നാലെ ജീവിതകാലം മുഴുവൻ എന്തുണ്ടാവും? നന്മയും കരുണയും കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എവിടേക്ക് പോകുന്നു? നന്മയും കരുണയും കൂടെയുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. 2 കരങ്ങൾ തുറന്ന് വിളിച്ച മക്കളെ, ഹാഗാർ ഹൃദയം തോന്നി കർത്താവിനെ വിളിച്ചപ്പോ കർത്താവ് അവരുടെ അടുത്തേക്ക് വന്നു. അവളുടെ നിലവിളിക്ക് കർത്താവ് അവിടെ ഉത്തരം കൊടുത്തു. ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഹാഗാറിന്റെ അവസ്ഥ മരുഭൂമിയായിരിക്കുന്ന അവസ്ഥയാണ്. ഒരുപക്ഷെ 100 വ്യക്തികളുടെ മരണത്തിന് നിഴൽവീണ താഴ്വരകൾ നിന്നുകൊണ്ട് അച്ഛനെയും അച്ഛനെ സംസാരിക്കുന്നത്. 100 കണക്കിന് മക്കളുടെ ഹൃദയങ്ങളിൽ ഈ സമയം നിന്റെ മരുഭൂമി അനുഭവങ്ങൾക്ക്, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. 2 കരങ്ങൾ തുറന്ന് പിടിച്ച മക്കളെ, എല്ലാ മക്കളും ഹൃദയം തുടങ്ങി കർത്താവ് വിളിക്കാൻ പോവുക. ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപത്തില. ഈ സമയം തന്നെ നമുക്ക് ഹൃദയം തുടങ്ങി വിളിക്കാം. തുടങ്ങിയപ്പോൾ കർത്താവ്
എന്റെ ജീവിതകാലം